നമസ്തേ. ജാതി സെൻസസ് നടത്തണമെന്നൊരു ആവശ്യം ഇപ്പോൾ വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട്. ജാതി സെൻസസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സംവരണ സമുദായ മുന്നണി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ സംവരണ സമുദായങ്ങളും അതിൽ അണിനിരന്ന് ജാതി സെൻസസിന് വേണ്ടി വാദിക്കുകയാണ്. ജാതി സെൻസസ് നടത്തിയില്ലെങ്കിൽ വോട്ട് തരില്ല എന്നാണ് അവരുടെ പ്രഖ്യാപനം. ഈ ജാതി സെൻസസിനുള്ള ഐഡിയ തന്നെ നമ്മുടെ പൊതുമണ്ഡലങ്ങളിലേക്ക് ഈ അടുത്ത കാലത്ത് ഇട്ടുകൊടുത്തത് കോൺഗ്രസ്സുകാരാണ്. അവരുടെ ഉദ്ദേശം ജാതി സെൻസസിനെ BJP എതിർക്കും. അപ്പം BJPക്കെതിരായിട്ട് ഒരു പുതിയ സമരമുഖം തുറക്കാൻ പറ്റും. ഇതാണ് അവരുടെ ലക്ഷ്യം. BJPക്കാർ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നുമില്ല. അവിടെയാണ് പ്രശ്നം. ജാതി സെൻസസ് കൊണ്ട് ഒരു കാര്യവും തീരുമാനിക്കപ്പെടുന്നില്ല. ബീഹാറിൽ സെൻസസ് നടത്തില്ല, ജാതി സെൻസസ് നടത്തി. എന്തായി? അതിൻ്റെ ഫലം എന്തായി? അതിന് തുടർന്നുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? ഓരോരോ ജാതിക്കാർക്ക് അവരുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ടോ? പുതുതായി നൽകി തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് ആളുകളെ കബളിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്. അതല്ല വേണ്ടത്. ജാതി സെൻസസ് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രാതിനിധ്യം, ജനസംഖ്യ ആനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം ഞങ്ങൾ ഉറപ്പാക്കും എന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ എല്ലാ സമുദായങ്ങൾക്കും ആ ഒരേ മാനദണ്ഡം ഉപയോഗിക്കണം. അവരവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം സർക്കാർ സർവീസുകളിൽ ഉറപ്പാക്കണം. അത് അങ്ങനെയാണെങ്കിൽ ഒരു ന്യായമുണ്ട് അതിനകത്ത്. അല്ലാതെ ജാതി സംവരണത്തിൻ്റെ തോത് ഇപ്പോഴുള്ള 50% നിന്ന് ഉയർത്തി 75 80 ശതമാനമാക്കാനൊന്നും അങ്ങനെ പറയാൻ ആർക്കും പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ അത് പറ്റിക്കലാണ്. കാരണം 50% ജാതി സംവരണം 50% താഴെ ആയിരിക്കാൻ പാടുള്ളൂ എന്നാണ് സുപ്രീം കോടതിയുടെ നിഷ്കർഷ. അങ്ങനെ 50% താഴെ പാടുള്ളൂ എന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ഭാഗമാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാന തത്വങ്ങൾ മാറ്റാൻ പാർലമെൻറ്റിന് പോലും അവകാശമില്ലെന്നും സുപ്രീം കോടതി പല വിധിന്യായങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ ഈ സംവരണത്തോത് ഉയർത്തൽ നടക്കത്തില്ല. അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും പുതിയ രീതികളിൽ അത് കൊണ്ടുവരണം. എന്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ സമുദായങ്ങൾക്കും അവരവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള നിലയിൽ സർക്കാർ സർവീസിൽ പ്രാതിനിധ്യം നൽകണം. അതിന് അവർ തയ്യാറാകുമോ? അതിനുള്ള നിയമ നടപടികൾ, ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള നിയമ ഭേദഗതികൾ വരുത്താൻ ഇവർ തയ്യാറാകുമോ? അതാണ് ചോദ്യം. തയ്യാറായാൽ വളരെ നല്ലത്. എല്ലാ സമുദായങ്ങൾക്കും, അതായത് സംവരണ സമുദായങ്ങൾക്ക് മാത്രമല്ല സംവരണ ഇതര സമുദായങ്ങൾക്കും അത് ആ രീതിയിൽ തന്നെ വേണം എന്ന് മാത്രമല്ല എല്ലാ മതങ്ങൾക്കും ആ രീതിയിൽ തന്നെ വേണം. അപ്പം ജാതി സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതങ്ങളുടെയും സെൻസസ് എടുക്കുക, ജാതി സെൻസസും എടുക്കുക. ജാതിയുള്ള ഹിന്ദു മതത്തിൽ ഹിന്ദുക്കളാണല്ല ജാതി ആചരിച്ചു വരുന്നത്. അപ്പം അവിടെ ജാതി സെൻസസും നടത്തുക. എന്നിട്ട് മൊത്തം ജനസംഖ്യയുടെ അനുപാതത്തിനനുസരിച്ച് അവർക്ക് സംവരണം നൽകുക. പക്ഷേ അതിങ്ങനെ വെറുതെ വീതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഉദ്യോഗങ്ങളിലെ മെറിറ്റൂടെ നോക്കണമല്ലോ. വെറുതെ ഇങ്ങനെ എല്ലാവർക്കും വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം എവിടെ ചെന്ന് ചേരും? അത് നമ്മൾ നോക്കണം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ 100 വേക്കൻസി ഉണ്ടെന്നിരുന്നോട്ടെ. 100 വേക്കൻസിക്ക് അത് നോട്ടിഫൈ ചെയ്യുന്നു. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അപേക്ഷിക്കും. നമുക്കറിയാം ഇന്നത്തെ സ്ഥിതി ഏതാണ്. അതിൽ നിന്ന് 100 പേർക്ക് നിയമനം കിട്ടും. അപ്പോൾ 100 പേർക്ക് നിയമനം കിട്ടണമെന്നുണ്ടെങ്കിൽ പരീക്ഷയിൽ ആ കട്ട് ഓഫ് മാർക്ക് വെച്ച് 100 പേരല്ല 100ന് 200 പേരേക്ക് റാങ്ക് ലിസ്റ്റ് കൊണ്ടുവരട്ടെ. അവർ റാങ്ക് ലിസ്റ്റ് കൊണ്ടുവരട്ടെ. ഈ 200 പേര് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ ഈ 100 വേക്കൻസി എല്ലാ സമുദായങ്ങൾക്കുമായിട്ട് ജനസംഖ്യ ആനുപാതികമായിട്ട് വീതിക്കുക.
വിധിക്കുമ്പോൾ അവരവർക്ക് ഈ 200 റാങ്കിൽപ്പെട്ട ഓരോ സമുദായക്കാരെയും എടുത്തിട്ട് അവർക്ക് കൊടുക്കുക. 200 റാങ്കിൽ വരുന്നില്ലെങ്കിൽ അയാളുടെ യോഗ്യതയില്ല, അയാളെ മാറ്റി നിർത്തണം. അപ്പോൾ അതായത് എല്ലാ സമുദായങ്ങളും ഈ 200 റാങ്കിനുള്ളിൽ വരണം, എല്ലാ മതങ്ങളും 200 റാങ്കിനുള്ളിൽ വരണം. അങ്ങനെയുള്ളവർക്ക് ജോലി കിട്ടും. അത് അവരുടെ സമുദായത്തിൻ്റെ അംഗസംഖ്യ അനുസരിച്ച് പ്രാതിനിധ്യം ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു നിയമം അങ്ങനെ കൊണ്ടുവരാം. അത് ഒരു നീതിയുക്തമായിരിക്കും. സുപ്രീം കോടതിയിൽ പോയാലും അത് നിലനിൽക്കും. എന്നുവെച്ചാൽ സംവരണം ഉയർത്തുമല്ല, എല്ലാവർക്കും അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സർക്കാർ ജോലികളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ജാതി സെൻസസ് നടത്തണമെന്ന് പറയുന്നവർ അംഗീകരിക്കുമോ? അതിനുത്തരം പറ. അംഗീകരിക്കുമെന്നോ അല്ലെങ്കിൽ ഈ ജാതി സെൻസസ് നടത്തിയതിന് ശേഷം അതിൻ്റെ ഫലം വന്നതിന് ശേഷം ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് വെളിപ്പെടുത്തുകയോ ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ ജാതി സെൻസസ് നടത്തണമെന്നും പറഞ്ഞിട്ട് ഈ ഒരു ബഹളം സൃഷ്ടിക്കുകയും അതിനുവേണ്ടി ആൾക്കാരെയൊക്കെ ഇളക്കി വിടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അലമ്പാകാമെന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനവും അതുകൊണ്ടില്ല. അങ്ങനെ ജാതി സെൻസസ് വേണമെന്ന് ഇങ്ങനൊരു കൃത്യമായ പ്ലാൻ ഇല്ലാതെ ജാതി സെൻസസ് വേണമെന്ന് പറയുന്നവർ ജനങ്ങളെ പറ്റിക്കുകയാണ്. BJP ഇതിനെയൊന്നും സ്വീകരിക്കത്തില്ല. അപ്പം BJPക്കെതിരായിട്ട് നമുക്ക് ജനങ്ങളെ സംഘടിപ്പിക്കാം, BJPയുടെ വോട്ട് നമുക്ക് കിട്ടും എന്ന വ്യാമോഹത്തിലാണ് ഈ പരിപാടി അവർ ചെയ്തിരിക്കുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണം.